പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അതുപോലെ മാറി മാറി വരുന്ന നിയമങ്ങളും നേരത്തെ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കേണ്ട. നമസ്കാരം. ഒമാൻ വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് 2026 മാർച്ച് 15 ഞായർ. പ്രധാന വാർത്തകൾ. പെരുന്നാൾ ആഘോഷത്തിനൊരുങ്ങുന്ന ഒമാനിൽ ഭക്ഷ്യവസ്തുക്കളുടെ ലഭ്യതയും വിലസ്ഥിരതയും വിലയിരുത്തുന്നതിനായി കൃഷി, മത്സ്യബന്ധനം, ജലവിഭവ മന്ത്രാലയം സിലാൽ സെൻട്രൽ മാർക്കറ്റിൽ വ്യാപാരികളുമായും നിക്ഷേപകരുമായും യോഗം ചേർന്നു. മന്ത്രാലയം അണ്ടർ സെക്രട്ടറി ഡോക്ടർ മുഹമ്മദ് ബിൻ നാസർ അൽ ബക്കരി പങ്കെടുത്ത യോഗത്തിൽ സുഗമമായ വിതരണ ശൃംഖലകളുടെ പ്രാധാന്യം ഊന്നി പറഞ്ഞു. സുഹാറിൽ വെള്ളിയാഴ്ചയുണ്ടായ ആക്രമണത്തിൽ 2 ഇന്ത്യൻ പൗരന്മാർ മരിക്കുകയും 10 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത സംഭവത്തിൽ പരുക്കേറ്റവർക്കും അവരുടെ കുടുംബങ്ങൾക്കും ആവശ്യമായ സഹായം നൽകുന്നതിനായി ഇന്ത്യൻ എംബസി രംഗത്തുണ്ടെന്ന് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. പരുക്കേറ്റവരിൽ ആരുടെയും നില ഗുരുതരമല്ലെന്നാണ് റിപ്പോർട്ട്. സംഭവത്തിൽ ഒമാനി അധികൃതരുമായും ആശുപത്രികളുമായും മരണപ്പെട്ടവരുടെ കമ്പനികളുമായും നിരന്തരം ബന്ധപ്പെടുന്നുണ്ടെന്നും മന്ത്രാലയം അറിയിച്ചു. പശ്ചിമേഷ്യയിൽ തുടരുന്ന സംഘർഷവുമായി ബന്ധപ്പെട്ട സംഭവങ്ങളിൽ 5 ഇന്ത്യൻ പൗരന്മാർ മരിക്കുകയും ഒരാളെ കാണാതാവുകയും ചെയ്തിട്ടുണ്ട്. സംഭവവുമായി ബന്ധപ്പെട്ട് ഒമാൻ, ഇറാഖ്, UAE എന്നീ രാജ്യങ്ങളിലെ ഇന്ത്യൻ മിഷനുകൾ 24 മണിക്കൂറും കർമ്മനിരതമായി സഹായ നടപടികൾ ഏകോപിപ്പിച്ചു വരികയാണെന്ന് വിദേശകാര്യ മന്ത്രാലയത്തിലെ ഗൾഫ് വിഭാഗം അഡീഷണൽ സെക്രട്ടറി അസീം മഹാജൻ വ്യക്തമാക്കി. കാണാതായ ഇന്ത്യൻ പൗരനെ കണ്ടെത്തുന്നതിനും മരണപ്പെട്ടവരുടെ ഭൗതിക ശരീരം ആവശ്യമായ നടപടികൾ പൂർത്തിയാക്കിയ ശേഷം വേഗത്തിൽ ഇന്ത്യയിലെത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട രാജ്യങ്ങളിലെ അധികൃതരുമായി ഇന്ത്യൻ എംബസികൾ ബന്ധപ്പെടുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. കഴിഞ്ഞ ഞായറാഴ്ച ഗസബ് തീരത്തുനിന്ന് 5 നോട്ടിക്കൽ മൈൽ അകലെ പലാവു പതാകയുമായി സഞ്ചരിച്ച സ്കൈലൈറ്റ് എന്ന എണ്ണക്കപ്പലിന് നേരെയും തിങ്കളാഴ്ച മസ്കത്ത് തീരത്തുനിന്ന് ഏകദേശം 52 നോട്ടിക്കൽ മൈൽ അകലെ മാർഷൽ ഐലൻഡ് പതാക വഹിച്ചിരുന്ന MKD വയോം എന്ന എണ്ണക്കപ്പലിന് നേരെയും ആക്രമണം നടന്നിരുന്നു. ഈ 2 ആക്രമണങ്ങളുമായി 3 ഇന്ത്യൻ പൗരന്മാർ കൊല്ലപ്പെട്ടിരുന്നു. ഗസബിൽ നടന്ന ആക്രമണത്തിൽ കപ്പലിൽ നിന്ന് കടലിൽ വീണ് കാണാതായ ഇന്ത്യൻ പൗരനെ ഇതുവരെ കണ്ടെത്താനായിട്ടില്ല. ഇയാൾക്കായി ഒമാൻ, UAE, ഇറാഖ് അധികൃതരുമായി തെരച്ചിൽ തുടരുകയാണെന്നും മന്ത്രാലയം അറിയിച്ചു. നിസ്വയിൽ അനധികൃത തെരുവ് കച്ചവടക്കാരെ പിടികൂടി നഗരസഭ. വിലായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടത്തിയ പരിശോധനയിലാണ് നടപടി. നിസ്വയിൽ നടത്തിയ പരിശോധനയിൽ പ്രത്യേകമായും പഴം, പച്ചക്കറി വ്യാപാരമാണ് പിടികൂടിയത്. അനുമതിയില്ലാതെയാണ് വഴിയോരങ്ങളിൽ പലരും പഴം, പച്ചക്കറി, മത്സ്യം തുടങ്ങിയവ വിൽപ്പന നടത്തുന്നത്. അനധികൃത തെരുവ് കച്ചവടക്കാർ കാരണം ഗതാഗത പ്രശ്നവും രൂക്ഷമാകുന്നു. വൃത്തിയില്ലാത്ത സ്ഥലത്ത് പ്രവർത്തിക്കുന്നതടക്കമുള്ള മറ്റു പ്രശ്നങ്ങളുമുണ്ട്. ഒമാനിലെ ഇന്ത്യൻ സ്കൂളുകളിൽ നിർദ്ദേശിക്കപ്പെടുന്ന ഫീസ് വർധനവിനെ കുറിച്ച് മാതാപിതാക്കളിൽ ഉയരുന്ന ആശങ്കകളെ പരിഗണിച്ച് റൂവി മലയാളി അസോസിയേഷൻ ബോധവൽക്കരണ കുറിപ്പ് പുറത്തിറക്കി. നിലവിലെ സാമ്പത്തിക സാഹചര്യത്തിൽ ഭൂരിഭാഗം ഇന്ത്യൻ കുടുംബങ്ങൾ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ പരിഗണിച്ച് സ്കൂൾ അധികൃതരും ബോർഡ് ഓഫ് ഡയറക്ടേഴ്സും ഫീസ് വർധനവിന്റെ തീരുമാനം പുനർപരിശോധിക്കണമെന്ന് അസോസിയേഷൻ ആവശ്യപ്പെട്ടു. ഇന്ത്യൻ സമൂഹത്തിൽ ചെറിയൊരു ശതമാനം ആളുകൾക്ക് മാത്രമാണ് സാമ്പത്തിക സൗകര്യം ഉള്ളത്. ഭൂരിഭാഗം കുടുംബങ്ങൾ കുട്ടികളുടെ വിദ്യാഭ്യാസം ഉൾപ്പെടെയുള്ള അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റാൻ തന്നെ ബുദ്ധിമുട്ടുകയാണ്. ഈ സാഹചര്യത്തിൽ സ്കൂൾ ഫീസ് വർദ്ധിപ്പിക്കുന്നതിനെക്കുറിച്ച് മാതാപിതാക്കൾക്ക് വലിയ ആശങ്കയുണ്ട്. പഠന നിലവാരം, ക്ലാസുകളിലെ തിരക്ക്, അടിസ്ഥാന സൗകര്യങ്ങൾ തുടങ്ങിയ നിരവധി പ്രശ്നങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നതായി മാതാപിതാക്കൾ ചൂണ്ടിക്കാട്ടുന്നു. പല ക്ലാസുകളിലും ഏകദേശം 40 മുതൽ 45 വരെ വിദ്യാർത്ഥികൾ പഠിക്കുന്നതിനാൽ അധ്യാപകർക്ക് ഓരോ വിദ്യാർത്ഥിയെയും പ്രത്യേകം ശ്രദ്ധിക്കാനുള്ള സാഹചര്യം കുറവാണ്. സ്കൂളുകളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ വിദ്യാർത്ഥികളുടെ എണ്ണത്തിന് അനുസരിച്ച് മതിയായതല്ലെന്ന് പരാതിയും ഉയരുന്നു. വിദ്യാർത്ഥികളുടെ എണ്ണത്തോട് താരതമ്യം ചെയ്യുമ്പോൾ ബാത്റൂം സൗകര്യങ്ങൾ കുറവായിരിക്കുകയും ക്ലാസുകൾ തിരക്കേറിയതായിരിക്കുകയും ചെയ്യുന്നു. എന്നാൽ ക്ലാസുകളുടെ എണ്ണം വർദ്ധിപ്പിച്ച് വിദ്യാർത്ഥികളുടെ എണ്ണം കുറയ്ക്കാനുള്ള നടപടികൾ വളരെ കുറവാണെന്നും മാതാപിതാക്കൾ പറയുന്നു. വി ഹെൽപ്പ് ബ്ലഡ് ഡോണേഴ്സ് ഒമാന്റെ നേതൃത്വത്തിൽ ബൗഷർ ബ്ലഡ് ബാങ്കിൽ നടന്ന രക്തദാന ക്യാമ്പിൽ 60ഓളം പേർ രക്തവും 5 പേർ പ്ലേറ്റ്ലെറ്റും ദാനം ചെയ്തു. റംസാൻ മാസത്തിൽ രക്തം ദാനം ചെയ്യാൻ കഴിഞ്ഞതിൽ അതിയായ സന്തോഷമുണ്ടെന്ന് ആദ്യമായി ഒമാനിൽ രക്തദാനം നിർവഹിച്ച വിഷ്ണുരാജ് പറഞ്ഞു.
നോമ്പ് എടുക്കുന്നവർക്ക് ഇഫ്താറിന് ശേഷം രക്തദാനം ചെയ്യാനുള്ള സൗകര്യം ഒരുക്കിയതായി വി ഹെൽപ്പ് BDO അറിയിച്ചു. ഇബ്രി മലയാളി അസോസിയേഷൻ അംഗങ്ങൾക്കായി സൗഹൃദ ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചു. ഇബ്രിയിലെ അൽ നബ്രാസ് ഹോട്ടലിൽ വെച്ച് നടന്ന ചടങ്ങിൽ നിരവധി അംഗങ്ങൾ പങ്കെടുത്തു. നോമ്പിന്റെ ആത്മീയ ചൈതന്യം ഉയർത്തിപ്പിടിക്കുന്നതും പരസ്പര സൗഹൃദവും ഐക്യവും ശക്തിപ്പെടുത്തുന്നതുമായ അന്തരീക്ഷത്തിലാണ് ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചത്. ആഘോഷവേളകളിൽ വെടിയുതിർക്കുന്നതിനെതിരെ മുന്നറിയിപ്പുമായി റോയൽ ഒമാൻ പോലീസ്. ആചാരം ആയുധ നിയമം ലംഘിക്കുന്നതാണ്. സാമൂഹികവും മതപരവുമായ അവസരങ്ങളിൽ വെടിയുതിർക്കുന്നത് നിയമവിരുദ്ധമാണെന്നും പൊതുസുരക്ഷയ്ക്ക് ഗുരുതരമായ ഭീഷണിയാണെന്നും ROP പറഞ്ഞു. ഈ ആചാരം രാജ്യത്തിന്റെ ആയുധ നിയന്ത്രണങ്ങൾ ലംഘിക്കുന്നുവെന്നും പൊതുസുരക്ഷയ്ക്ക് കാര്യമായ അപകട സാധ്യതകൾ സൃഷ്ടിക്കുന്നു. ആഘോഷവേളകളിൽ വെടിയുതിർക്കുന്നത് ഗുരുതരമായ അപകടങ്ങൾക്ക് കാരണമാകുമെന്ന് അധികൃതർ എടുത്തു പറഞ്ഞു. കാരണം വഴിതെറ്റിയ വെടിയുണ്ടകൾ അപ്രതീക്ഷിതമായി വീഴുകയും സ്വത്തിന് കേടുപാടുകൾ വരുത്തുകയും മരണമോ പരിക്കുകളോ ഉണ്ടാകുകയും ചെയ്തേക്കാം. കൂടാതെ സ്വത്തിന് കേടുപാടുകൾ സംഭവിച്ചേക്കാം. പൗരന്മാരോടും താമസക്കാരോടും അത്തരം ആചാരങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാനും സമൂഹത്തിന്റെ സുരക്ഷയും ഉറപ്പാക്കാനും നിയമം പാലിക്കാനും റോയൽ ഒമാൻ പോലീസ് അഭ്യർത്ഥിച്ചു. സുൽത്താനേറ്റിലുടനീളമുള്ള സാമൂഹിക സാംസ്കാരിക ആഘോഷങ്ങളിൽ സുരക്ഷിതമല്ലാത്ത രീതികളെക്കുറിച്ച് പൊതുജന അവബോധം വളർത്തുന്നതിനും ഉത്തരവാദിത്തമുള്ളതും പെരുമാറ്റം പ്രോത്സാഹിപ്പിക്കുന്നതുമായി റോയൽ ഒമാൻ പോലീസ് നടത്തുന്ന നിരന്തരമായ ശ്രമങ്ങളുടെ ഭാഗമാണ് മുന്നറിയിപ്പ്. ഫാക്കുർബ പദ്ധതി വഴി കൂടുതൽ പേർ ജീവിത സന്തോഷങ്ങളിലേക്ക്. പദ്ധതിയുടെ 13ാം പതിപ്പിന്റെ 3ാം വാരത്തിൽ 238 പേർ കൂടി മോചിതരായതോടെ ഈ വർഷം ഇതിനോടകം മോചനം നേടിയവരുടെ എണ്ണം 963 ആയി. മസ്കത്തിൽ 76ഉം വടക്കൻ ബാത്തിനയിൽ 40ഉം തെക്കൻ ബാത്തിനയിൽ 13ഉം ദോഫാറിൽ 87ഉം ദാഖിലിയയിൽ 8ഉം ദാഹിറയിൽ 2ഉം ബുറൈമിയിൽ 10ഉം അൽവുസ്ത തെക്ക് വടക്ക് ഷർക്കിയ ഗവർണറേറ്റുകളിൽ ഓരോരുത്തർ വീതവുമാണ് കഴിഞ്ഞ ആഴ്ചയിൽ മോചനം നേടിയത്. പദ്ധതിക്ക് പിന്തുണയുമായി അഹദ് ഫൗണ്ടേഷനും കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയിരുന്നു. പദ്ധതിക്ക് സാമ്പത്തിക സഹായം നൽകിയതായി അധികൃതർ അറിയിച്ചു. തലസ്ഥാനത്ത് കൂടുതൽ ഇലക്ട്രിക് വാഹന ചാർജിംഗ് സ്റ്റേഷനുകൾ സ്ഥാപിച്ച് മസ്കത്ത് മുനിസിപ്പാലിറ്റി. അൽ ഖുവൈർ സ്ക്വയർ, സീബ് വിലായത്തിലെ ഗ്രീൻ വാക്ക്വേ എന്നിവയുൾപ്പെടെ മസ്കത്ത് ഗവർണറേറ്റിലെ നിരവധി സ്ഥലങ്ങളിൽ EV സ്റ്റേഷനുകൾ സംവിധാനിച്ചിട്ടുണ്ട്. ഇലക്ട്രിക് വാഹനങ്ങൾക്കുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനും പരിസ്ഥിതി സൗഹൃദ ഗതാഗത ഉപയോഗം പ്രോത്സാഹിപ്പിക്കുന്നതിനുമുള്ള ശ്രമങ്ങളുടെ ഭാഗമായാണ് പുതിയ ചാർജിംഗ് സ്റ്റേഷനുകൾ എന്ന് മുനിസിപ്പാലിറ്റി അറിയിച്ചു. 2025-ൽ ഒമാനിൽ വിവിധ ഗവർണറേറ്റുകളിലായി 160 ഇലക്ട്രിക് വാഹന ചാർജുകൾ സ്ഥാപിച്ചിട്ടുണ്ടെന്നും 2026-ൽ 200 ചാർജിംഗ് പോയിന്റുകൾ സ്ഥാപിക്കാൻ പദ്ധതിയിട്ടിട്ടുണ്ടെന്നും ഗതാഗത ആശയവിനിമയ വിവരസാങ്കേതിക മന്ത്രാലയം അറിയിച്ചു. കൂടി ഇന്നത്തെ വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി നാളെ കാണാം. നന്ദി, നമസ്കാരം.